ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. അതേസമയം അബ്രഹാമിന് തന്റെ ആദ്യ മകനായ ഇഷ്മായേലിനെക്കുറിച്ചും ഒരു ചിന്തയുണ്ട്. ഇഷ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് അബ്രഹാം പറയുന്നുണ്ട്. അതെ, ഒരു പിതാവിന്റെ സ്വാഭാവികമായ ആഗ്രഹമാണത്. ഇതിനോട് ദൈവം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇഷ്മായേലിനെ തള്ളിക്കളയുകയാണോ? അല്ലെ, അവിടെയും നമ്മൾ ദൈവത്തിന്റെ കരുണ കാണുന്നുണ്ട്. ദൈവം പറയുന്നുണ്ട്, ഇഷ്മായേലിനെക്കുറിച്ചുള്ള നിന്റെ അപേക്ഷ ഞാൻ കേട്ടിരിക്കുന്നു. അവനെയും അനുഗ്രഹിക്കുമെന്നും ഒരു വലിയ ജാതിയാക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ തന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നത് വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിലൂടെ ആയിരിക്കുമെന്ന് ദൈവം വ്യക്തമാക്കുന്നു. അപ്പോ വാഗ്ദാനത്തിലൂടെ ലഭിക്കുന്നതും മാനുഷിക പ്രയത്നത്തിലൂടെ ഉണ്ടായതും തമ്മിൽ ഒരു വ്യത്യാസം ദൈവം കാണിക്കുന്നുണ്ട്. അതെ, ഇഷ്മായേൽ മനുഷ്യന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഒരുപക്ഷെ ദൈവഹിതം കാത്തിരിക്കാനുള്ള ക്ഷമയില്ലായ്മയുടെ ഫലം. ഇസ്ഹാക്കാവട്ടെ പൂർണ്ണമായും ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെയും അത്ഭുതകരമായ ഇടപെടലിന്റെയും ഫലമാണ്. ഇതിൽ നിന്ന് നമുക്കെന്തു പഠിക്കാനുണ്ട്? നമ്മുടെ തീരുമാനങ്ങൾ, ഒരുപക്ഷേ നമ്മുടെ തെറ്റുകൾ പോലും ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്ത. ദൈവകൃപ നമ്മുടെ കുറവുകളെയും മറികടന്ന് പ്രവർത്തിക്കും. ഒരുപക്ഷേ നിങ്ങൾ എടുത്ത ഏതെങ്കിലും തീരുമാനം തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. അതിനെപ്പോലും ദൈവത്തിന് നന്മയ്ക്കായി മാറ്റാൻ കഴിയും എന്നൊരു പ്രത്യാശ ഇവിടെയുണ്ട്. ശരിയാണ്.